നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്ത് എവിടെയാ മനസ്സിന് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യും. മനസ്സിന് നമ്മൾ ശക്തമായ ഒരു ഇത് കൊടുക്കണം, എപ്പോഴും കൊടുത്തോണ്ടിരിക്കുക കമാൻഡ്. ഞാൻ ഹാപ്പിയാണ്, ഞാൻ നല്ല ഹെൽത്താണ്, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തിട്ട് വർക്കൗട്ട് സെക്ഷനും നമ്മൾ എന്തൊരു കുക്കിംഗ് പോലും ചെയ്താലേ അതിന് വേണ്ടത രീതിയിലുള്ള ഒരു പെർഫെക്ഷനും നമുക്കൊരു ബെനിഫിറ്റും കിട്ടുള്ളൂ. അപ്പം മനസ്സിനെ ബാധിക്കാതിരിക്കാൻ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ചെയ്യുക. അപ്പം തിങ്കിങ് എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ഞാനെപ്പോഴും നല്ല ഹെൽത്തിലായിട്ടിരിക്കണം ചിന്തിക്കുക. നമ്മൾ ഒരു ഡൗട്ട് വെക്കാതെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഹെൽത്തിൽ തന്നെ ഇരിക്കുള്ളൂ. ഇതിലൂടെയൊക്കെ പോയിട്ട് വന്നാലും നമുക്കൊരു അസുഖം ഉണ്ടാവില്ല. എപ്പോഴും നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുന്ന ബോഡിയിൽ പെട്ടെന്ന് ഇപ്പോൾ ഒരു നീർവീഴ്ചയോ ഒരു വിലക്കോ അങ്ങനെയൊന്നും വന്നാൽ നമ്മുടെ ബോഡിയിൽ അത് പകർച്ചവ്യാധികൾ പോലത്തെ അസുഖങ്ങളുണ്ടാവും. എല്ലാത്തിനും നമുക്ക് നല്ല ആരോഗ്യമുണ്ട്. നമ്മൾ അതിൽ നിന്നെല്ലാം പെട്ടെന്ന് റിക്കവർ. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് എങ്ങനെയാണ് മഴക്കാലത്ത് ആരോഗ്യം നന്നായിട്ട് വീണ്ടെടുക്കാം, വണ്ണം കൂടാതിരിക്കാം, നമുക്ക് ഹെൽത്ത് എങ്ങനെ കൂട്ടാമെന്നാണ് കൂടുതലായിട്ട് നോക്കേണ്ടത്. അപ്പോൾ പിന്നെ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ബ്രീത്തിങ് വർക്കൗട്ടുകളാണ്. അപ്പം ശ്വസനക്രിയ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡാൻസ് വർക്കൗട്ട് ചെയ്യാം. ഇതെല്ലാം നമ്മുടെ ശരീരത്ത് ഓക്സിജനേഷൻ കൂട്ടുന്നതാണ്. അതോടൊപ്പം നമുക്ക് ചെറിയ നീർക്കെട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരിക്കലും വർക്കൗട്ട് വിടാതെ അതിനനുസൃതമായ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. ഇതിനോടനുബന്ധിച്ച് ഞാൻ കുറച്ച് ചെറിയ വർക്കൗട്ട് ഇടുന്നുണ്ട്. എപ്പോഴും നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സുംബ ചെയ്യാം, അല്ലെങ്കിൽ എയറോബിക് ചെയ്യാം, സാധാ വർക്കൗട്ട് സെക്ഷൻ ചെയ്യാം, കോർ ചെയ്യാം. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ യോഗയുടെ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യാം. യോഗയുടെ സ്ട്രെച്ചിങ്ങും കൂടുതൽ കട്ടി വർക്കൗട്ടും ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും അതൊന്ന് പരിശീലിച്ചതിന് ശേഷം ചെയ്യുക. നിങ്ങൾക്കിപ്പം എല്ലാവർക്കും മഴയൊക്കെ ആകുമ്പോൾ പലയിടത്തും പോകാൻ പറ്റിയില്ലെങ്കിലും ചെറിയ വർക്കൗട്ടുകൾ നിങ്ങൾ പതുക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വളരെ പറ്റിയൊരു സമയമാണ്. നമ്മൾ വെറുതെ ഉറങ്ങി സമയം കളയാതെ നമ്മുടെ ഹെൽത്തിലോട്ട് കൂടുതൽ ബെനിഫിറ്റ് കൊടുക്കുക. ഒരുപാട് പകർച്ചവ്യാധികൾ പോലത്തെ അസുഖങ്ങളുണ്ടാവും. എല്ലാത്തിനും നമുക്ക് നല്ല ആരോഗ്യമുണ്ട്. നമ്മൾ അതിൽ നിന്നെല്ലാം പെട്ടെന്ന് റിക്കവർ ആവും. നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമ്മളാകെ ഡൗൺ ആയി പോകുന്ന ഒരവസ്ഥയുണ്ട്. അതൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കാതിരിക്കാൻ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് ചെയ്യുക. അപ്പം തിങ്കിങ് എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. ഞാനെപ്പോഴും നല്ല ഹെൽത്തിലായിട്ടിരിക്കണം ചിന്തിക്കുക. നമ്മൾ ഒരു ഡൗട്ട് വെക്കാതെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഹെൽത്തിൽ തന്നെ ഇരിക്കുള്ളൂ. ഇതിലൂടെയൊക്കെ പോയിട്ട് വന്നാലും നമുക്കൊരു അസുഖം ഉണ്ടാവില്ല. അപ്പോഴും നമ്മൾ മനസ്സിനെ ശക്തമായ ഒരു മനസ്സിന് നമ്മൾ ശക്തമായ ഒരു ഇത് കൊടുക്കണം, എപ്പോഴും കൊടുത്തോണ്ടിരിക്കുക കമാൻഡ്. ഞാൻ ഹാപ്പിയാണ്, ഞാൻ നല്ല ഹെൽത്താണ്, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ ചിന്തിക്കുന്നത് അയ്യോ എനിക്കിനി ഇത് പറ്റുമോ എന്ന് ചിന്തിക്കാതെ നമ്മൾക്ക് കിട്ടിയ അവസരങ്ങൾ നമ്മൾ നല്ല ബെനിഫിറ്റോടെ എടുക്കുക. ആ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്കായിട്ടുള്ള കൂടുതൽ നോട്ടൊക്കെ എഴുതി വെക്കാൻ ശ്രമിക്കുക. ഇപ്പം വീട്ടിലിരിക്കുന്ന സമയം നിങ്ങൾക്ക് എന്തെങ്കിലും പരമാവധി നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ആർക്കും ഒരു സങ്കടങ്ങൾ ഉണ്ടാക്കാതെ നമ്മുടെ നല്ല മനസ്സിൽ നല്ല കാര്യങ്ങൾ അവർക്ക് വേണ്ടി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഒരുപാട് നെഗറ്റിവിറ്റി വേറുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്നതോറും അത് നമ്മളെയാണ് ബാധിക്കുന്നത്. അപ്പം ആരെന്തൊക്കെ ആയാലും നമ്മളത് അവർക്ക് ആ ഒരു അവസ്ഥ കൊണ്ട് പറഞ്ഞു എന്നൊരു ഫീലിംഗ് മനസ്സിൽ കൊടുത്താൽ നമുക്കൊരിക്കലും അവരോട് ഒരു ഇഷ്യൂ ഉണ്ടാകില്ല. ഇതൊന്നും വർക്കൗട്ടിൽ വേണ്ട കാര്യങ്ങളല്ല. പക്ഷേ എപ്പോഴും നമുക്ക് ആ പനിയൊക്കെ ഉണ്ടാകും. പെട്ടെന്ന് നമുക്ക് ബ്രീത്തിങ്ങും ശ്വാസമുട്ടൽ അങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ടാവും, ചുമയുണ്ടാവും. അതൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, ചെറുതായിട്ട് വന്ന ഉടനെ എപ്പോഴും ചൂടുവെള്ളം കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ വർക്കൗട്ട് ഒന്നും മുടക്കാതിരിക്കുക. അപ്പോൾ ഏത് പനിയുള്ളപ്പോഴും ഏത് ഇഷ്യൂ ഉള്ളപ്പോഴും നമുക്ക് വർക്കൗട്ട് ബ്രീത്തിങ് ആണെങ്കിലും നമുക്ക് സാധാ ആണെങ്കിലും സിമ്പിളായിട്ടായാലും ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ബോഡിയിൽ എപ്പോഴും ചൂടുണ്ടാവണം, നമുക്കൊരു അയവുണ്ടാവണം, അങ്ങനെ നീർക്കെട്ട് കൂടരുത്. അതിനൊക്കെ ഇത് ഏറ്റവും നല്ലതാണ്. പിന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുക, എപ്പോഴും ചൂടോടുകൂടി ഫുഡ് കഴിക്കുക. കുട്ടികളൊക്കെ ആണല്ലോ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ചൂടോടെ തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇപ്പോൾ നമ്മളൊരു മടി വെച്ച് അവരെ ഇന്ന് നീ എങ്ങനെ ഇരുന്നോ എന്നൊന്നും പറയാതിരിക്കുക, എന്നും കുളിപ്പിക്കുക. അവർക്ക് വേണ്ട ഇപ്പം കുളിക്കുന്ന വെള്ളത്തിൽ വേണമെങ്കിൽ നമുക്ക് ഡെറ്റോൾ യൂസ് ചെയ്യാം. അതൊന്നും പറ്റില്ലെങ്കിൽ നമുക്ക് കിടക്കണ കട്ടിലിൽ പച്ചക്കർപ്പൂരം നമ്മുടെ മുറികളിലെല്ലാം ജസ്റ്റ് ഒന്ന് ഇട്ട് വെക്കുക രാത്രി സമയങ്ങളിൽ. അത് നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റാണ്. ഇപ്പം അസുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പടരാതിരിക്കും. ഒരാൾക്ക് ജലദോഷം ഉണ്ടെങ്കിലും കുട്ടികളൊക്കെ നമ്മുടെ കൂടെ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അവരുടെ ജലദോഷം നമുക്ക് പിടിക്കാതിരിക്കാനായിട്ട് എളുപ്പമുള്ളൊരു പണിയാണത്. കിടക്കണതിന് മുമ്പ് ഇച്ചിരി കർപ്പൂരം, സാധയല്ല പച്ചക്കർപ്പൂരം നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ കിട്ടും. അത് നമുക്ക് ഒരുപാട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പകരാതിരിക്കാനായിട്ട് സഹായിക്കും. പിന്നെ അവരെ നമുക്ക് ഓടിച്ചാടി വർക്കൗട്ടുകൾ ശീലിപ്പിക്കും. നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്ത് എവിടെയാണ് മനസ്സിന് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യൂ. ഇതിൻ്റെ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് ഓർക്കണു. നിങ്ങൾക്കത് കാണുക, ഇഷ്ടമുള്ളവർ. അതുപോലെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ബോഡി നല്ല ഫ്ലെക്സിബിലിറ്റി ആയിട്ട് വെക്കുക. താങ്ക് യു.